ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെ വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ എലിസബത്ത്. പ്രധാന വാർത്തകൾ. വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കുളത്തൂപ്പുഴയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീടിന്റെ ആനുകൂല്യം കൈപ്പറ്റിയതായി പരാതി. സംഭവം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് പരാതി. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ 2 +2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കുളത്തൂപ്പുഴയിൽ യുവതിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവർ പിടിയിൽ. പിടിയിലായത് കല്ലുവട്ടാങ്കുഴി ലക്ഷം വീട് കോളനിയിൽ ശിവകുമാർ. വാർത്തകൾ വിശദമായി. വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് വീട് അനുവദിച്ചു നൽകിയതായി പരാതി. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് വീട് വയ്ക്കാൻ തുക അനുവദിച്ചത്.
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പട്ടികജാതി വിഭാഗങ്ങൾക്കായുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ജീവനക്കാരൻ കുടുംബനാഥനായിട്ടുള്ള മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് വനിതാ നേതാവുമായ ഷേർലി തങ്കപ്പന് വീട് വയ്ക്കാൻ തുക അനുവദിച്ചത്. 2014-15 സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ പട്ടികജാതി പട്ടികവർഗക്കാരുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ യഥാർത്ഥ വരുമാനം മറച്ചുവെച്ച് വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ഷേർലി തങ്കപ്പൻ ലിസ്റ്റിൽ ഇടം നേടിയെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ ആരോപിച്ചു. ഇവർ സമർപ്പിച്ച വരുമാന സർട്ടിഫിക്കറ്റിൽ 48,000 രൂപയാണ് പ്രതിവർഷ വരുമാനം കാണിച്ചിരിക്കുന്നത്. എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിൽ യഥാർത്ഥ വരുമാനം 1,90,788 രൂപയാണെന്ന് തെളിഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ നൽകിയ വരുമാന സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ ഭവന നിർമ്മാണത്തിന്റെ ആദ്യ ഗഡുവായ 45,000 രൂപ തന്റെ അക്കൗണ്ട് വഴി ഷേർലി തങ്കപ്പൻ കൈപ്പറ്റുകയും ചെയ്തിരുന്നു. വില്ലേജ് ഓഫീസർ വരുമാന സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്തറിഞ്ഞ് പട്ടികജാതി വികസന ഓഫീസ് ആദ്യ ഗഡുവായി കൈപ്പറ്റിയ 45,000 രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ച് ഷേർലി തങ്കപ്പന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നോട്ടീസ് കൈപ്പറ്റി 5 മാസം കഴിഞ്ഞിട്ടും ഈ തുക തിരിച്ചടച്ച് ചെല്ലാൻ ഹാജരാക്കാൻ ഷേർലി തങ്കപ്പന് കഴിഞ്ഞിട്ടില്ലത്രേ. ഇത് മനഃപൂർവ്വം കരുതി കൂട്ടി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയിട്ടുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അയൽവാസിയും ബന്ധുവുമായ ഷേർലി തങ്കപ്പന് ഗ്രാമസഭയിൽ പാസാക്കാതെ തന്നെ വാർഡ് വികസന സമിതിയുടെ മിനിറ്റ്സ് ബുക്കിൽ വ്യാജമായിട്ട് എഴുതി ചേർത്തുകൊണ്ട് നൽകിയിട്ടുള്ളതാണ്. ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി തങ്കപ്പന്റെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്, നല്ല വരുമാനം ഉള്ള ആളാണ്. ഷേർലി തങ്കപ്പൻ സർക്കാരിന്റെ ഓണറേറിയം കൈപ്പറ്റുന്ന ആളാണ്. ഈ മാനദണ്ഡങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും വളരെ കുറഞ്ഞ നിലയിൽ വരുമാന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിക്കൊണ്ട് പാവപ്പെട്ട പട്ടികജാതിക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ഈ ഭവന നിർമ്മാണം തട്ടിയെടുത്തിട്ടുള്ളത്. കുളത്തൂപ്പുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി നേതാക്കൾ ഇത് സംബന്ധിച്ച തെളിവുകളും പുറത്തുവിട്ടിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാണെന്ന് മാധ്യമങ്ങളിലൂടെ വിശദീകരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ തന്റെ സ്വന്തം വാർഡിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് വനിതാ നേതാവുമായ ഷേർലി തങ്കപ്പന് വീട് നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ജനങ്ങളോട് വിശദീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. പാർട്ടി നേതാക്കളായ KV മുരളി, ഷെഫീഖ് ചോഴിയക്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംഭവം ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഓംബുഡ്സ്മാന് അടക്കം പരാതി നൽകുമെന്നും പാർട്ടി നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പുനലൂർ സബ് ജില്ലാ പ്രവർത്തനോദ്ഘാടനം ചെമ്മന്തൂർ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സർവശിക്ഷാ അഭിയാന്റെയും ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സബ് ജില്ലാ പ്രവർത്തനോദ്ഘാടനമാണ് ചെമ്മന്തൂർ ഹൈസ്കൂളിൽ നടന്നത്. ചടങ്ങിന്റെ ഉദ്ഘാടനം പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉണ്ണികൃഷ്ണനാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആനന്ദ്കുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ, BPO കെ മായ, താലൂക്ക് സമാജം പ്രസിഡന്റ് NP ജോൺ, ഹെഡ്മിസ്ട്രസ് B വിജയകുമാരി, PTA പ്രസിഡന്റ് വിജയൻ സി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് റിട്ടയർഡ് അധ്യാപകൻ കുടവട്ടൂർ ശരത്ചന്ദ്രന്റെ നാടൻപാട്ട് ശില്പശാലയും സ്കൂൾ കുട്ടികളുടെ നാടൻപാട്ടും അരങ്ങേറി. ഉദ്ഘാടന യോഗത്തിന് സബ് ജില്ലാ കോർഡിനേറ്റർ പത്മജ തങ്കച്ചി സ്വാഗതവും ജില്ലാ പ്രതിനിധി എലിസബത്ത് ചാക്കോ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പിറവന്തൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് പച്ചക്കറി വിത്ത് വിതരണം ചെയ്യുന്നതിന്റെ താലൂക്ക് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിഷമയമായ പച്ചക്കറി ഉപയോഗം പൂർണ്ണമായും നിർത്തി സ്വന്തമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കുട്ടികൾ തുടക്കം കുറിക്കണമെന്ന് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് പിറവന്തൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് പച്ചക്കറി വിത്ത് വിതരണം ചെയ്തതിന്റെ പത്തനാപുരം താലൂക്ക് തല ഉദ്ഘാടനം പിറവന്തൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന പച്ചക്കറി ഉപേക്ഷിച്ച് നമ്മുടെ പറമ്പിൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മുടെ പാരമ്പര്യപരമായി കിട്ടിയ കാർഷിക സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ എത്തിക്കണം എന്ന് എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ മുല്ല നടും, എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ കരിയാപ്പ് നടും, എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ പച്ചക്കറി ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി ഇന്ന് കിട്ടിയ പച്ചക്കറികൾ ഞാൻ അതിനെ കാര്യക്ഷമമായി ചെയ്ത് അതിനുള്ള വിളവെടുക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തും എന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ആ രംഗത്തേക്ക് വരുവാൻ നിങ്ങൾ തയ്യാറാകണം. ഉദ്ഘാടന സമ്മേളനത്തിന് PTA പ്രസിഡന്റ് നജീബ് ഖാൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ S. രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. VV ഉല്ലാസ് രാജ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അൻസാരി, സിൻസ് തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തതായി പരാതി. റാഗിങ്ങിന് ഇരയായവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. +1 വിദ്യാർത്ഥികളെ +2 വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായി പരാതി. പുന്നല ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ വിജയ്, രതിൻ എന്നിവരാണ് റാഗിങ്ങിന് വിധേയരായത്. ഇവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. +2 വിദ്യാർത്ഥികളായ 30ഓളം വിദ്യാർത്ഥികൾ വൈകിട്ട് 3 മണിക്ക് ക്ലാസ്സിലിരുന്ന വിജയെയും രതിനെയും ക്ലാസ്സിന് പുറത്ത് വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നെന്ന് ഇവർ പറയുന്നു. സാറുമാർ തടയാൻ വേണ്ടി സാറുമാരെ കുറേ ഒരു 10-30 പേരുണ്ടായിരുന്നു. അങ്ങനെ 2 പേരെ ചേർത്ത് വളരെ ഇടിച്ച് PT പ്രസിഡന്റിൻ്റെ അവന് പിന്നെ ഷിയാസ് എന്ന് പറയുന്നത് ഷിയാസ് എന്ന് പറയുന്ന കുട്ടികളുടെ അതുകൊണ്ട് അവ തലയ്ക്ക് ക്ലാസ്സിൽ കയറി ഒന്ന് ഞങ്ങളെ പിടിച്ചിറക്കി അയച്ച് സാറുമാരെല്ലാം ചീത്ത വിളിച്ച് അതിനകത്ത് അൻവർ എന്ന് പറയുന്ന പെണ്ണുങ്ങളടുത്തെല്ലാം ചീത്ത പറഞ്ഞ് സാറുമാരെ ചീത്ത വിളിച്ച് പിടിച്ചു മാറ്റാൻ സാറുമാരെല്ലാം അടിച്ച് ഞങ്ങളെ അടിച്ച്. ഇതിൽ അൻവർ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം. അവനെ ചാടി ഞങ്ങളെ അടിച്ച് കുട്ടിയെ പിടിച്ചിറക്കുമായിരുന്നു. ഞങ്ങൾ വെറുതെ നിൽക്കുമ്പോൾ ചീത്ത വിളിക്കുമായിരുന്നു. പിന്നെ പെൺപിള്ളേരോട് പിന്നെ പാൻറ്റ് വെക്കാൻ ഷർട്ട് വെക്കാൻ പറയാം, പബ്ലിക്കായിട്ട് ഷർട്ട് നോക്കി കാണിക്കാൻ പറയാം. അങ്ങനെയൊക്കെ ചുമ്മാ ചീത്ത വിളിക്കുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് മകനാണ് റാഗ് ചെയ്തതിൽ ഒരാൾ. റാഗിംഗ് നടന്നത് വളരെ വൈകിയാണ് വീട്ടുകാർ അറിഞ്ഞത്. ഉടൻ തന്നെ വിദ്യാർത്ഥികളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരികയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പാളിനും പോലീസിനും പരാതി നൽകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മാതൃഭൂമി പുസ്തകമേളയ്ക്ക് പുനലൂരിൽ തുടക്കമായി. ചൊവ്വാഴ്ച ആരംഭിച്ച പുസ്തകമേള ആഗസ്റ്റ് 8 സമാപിക്കും. പുനലൂർ സ്വയംവര ഹാളിലാണ് പുസ്തകമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. പുസ്തകമേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. പുതിയ സാഹചര്യത്തിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കേണ്ടതെങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ ആധികാരികമായി മനുഷ്യന് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ, ചരിത്രവും രേഖകളുമെല്ലാമാണ് ഈ പുസ്തകവും പുസ്തകത്തിലൂടെ തരഞ്ഞിരിക്കുന്നത്. മാതൃഭൂമി പുനലൂർ ലേഖകൻ T. രഞ്ജുലാൽ അധ്യക്ഷനായിരുന്നു. KLDC ചെയർമാൻ ബെന്നി കക്കാട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പുനലൂർ പവിത്രം ജ്വല്ലറി ഉടമ സാബു പവിത്രം ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങൾക്ക് പുറമെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങളും മേളയിൽ ലഭ്യമാണ്. എല്ലാ പുസ്തകങ്ങൾക്കും 10% മുതൽ 50% വരെ വിലക്കുറവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ ലൈബ്രറികൾക്കായി പുസ്തകം വാങ്ങുമ്പോൾ പ്രത്യേക ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ, തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്.
from the house of luxury sanitary wares. Style Bath, Kottarakara, Ayur, Punnalur. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കോട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alakkulam, Tengashi. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. പത്തനാപുരത്ത് KSRTC ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പോസ്റ്ററുകൾ പതിച്ച് പ്രതിഷേധം. ടൗണിലും KSRTC ബസ്സുകളിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷെയ്ഖ് ഫരീദിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പത്തനാപുരത്ത് പോസ്റ്ററുകൾ. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ KSRTC ബസ്സുകളിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഫരീദിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ KSRTC ഡ്രൈവറെ മർദ്ദിച്ചിരുന്നു. മർദ്ദനമേറ്റ ഡ്രൈവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച പത്തനാപുരം ഡിപ്പോയിലെ തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. 2 ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടിക്കുമെന്നുള്ള പോലീസിന്റെ ഉറപ്പിന്മേലാണ് തൊഴിലാളികൾ പണിമുടക്ക് അവസാനിപ്പിച്ചത്. ഈ സാഹചര്യത്തിലാണ് നഗരത്തിലും ബസ്സുകളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ 1ാം പ്രതി ഷെയ്ഖ് ഫരീദ് ഉൾപ്പെടെ 15ഓളം പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പത്തനാപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ ഉടൻ പിടിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഈ സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് CPI പത്തനാപുരം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഇരപ്പിൻ വാർഡിലെ കാരിച്ചിറയിൽ പുതുതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ജനകീയാസൂത്രണം 2014-15 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടം മാറ്റണമെന്ന നാട്ടുകാരുടെ നീണ്ട നാളത്തെ ആവശ്യം പരിഗണിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ക്ലാസ് റൂം, അടുക്കള, സ്റ്റോർ റൂം, ബാത്റൂം എന്നിവ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. വാർഡ് മെമ്പർ തലവരമ്പ് അൻസാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കറിയാം എന്തിനാണ് അംഗൻവാടി കെട്ടിടം വയ്ക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. എന്തിനാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത്? നമ്മുടെ എല്ലാ സ്വത്തും നമ്മുടെ കുട്ടികളാണ്. ഈ രാജ്യത്തിന്റെ ഭാഗതയും നിയന്ത്രിക്കേണ്ടുന്നവർ ഇവരാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാരുടെ കുട്ടികളാണ് അംഗൻവാടിയിൽ പഠിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ മക്കളാണ്. അവർ പാവപ്പെട്ടവരാണ്, എനിക്കൊന്നും ഇല്ലാത്തവരാണ് എന്നൊരു തോന്നൽ, ഒരു അരിഷിതാവസ്ഥ അവരുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അല്ല നോക്കേണ്ടുന്നത്. ഒരു സമൂഹത്തിന്റെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടുകളെ മനസ്സിലാക്കി എന്റെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനി സ്വാഗതം പറഞ്ഞു. കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മജീദ യൂസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം മുല്ലശ്ശേരി നജീം, KDS സൂപ്പർവൈസർ R വിജയ, ജിനിമോൻ കാരിച്ചിറ, PC ബൈജു, ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനോടുള്ള ആദരസൂചകമായി പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പുഷ്പാർച്ചനയും മൌനജാഥയും സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അനുശോചന സന്ദേശം നൽകി. പുനലൂർ ജനമൈത്രി പോലീസിന്റെയും സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്തരിച്ച മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിനോടുള്ള ആദരസൂചകമായി പുഷ്പാർച്ചനയും മൌനജാഥയും സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പുനലൂർ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മൌനജാഥയായി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. തുടർന്ന് മുൻ പ്രസിഡന്റിന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചനയും നടത്തി. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയനന്ദ് അനുശോചന സന്ദേശം നൽകി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ, സ്കൂൾ മാനേജർ ജേക്കബ് തോമസ്, ഹെഡ്മാസ്റ്റർ അനിൽകുമാർ, ജനമൈത്രി കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ S ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. കൊളുത്തൂപ്പുഴയിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കല്ലുവെട്ടാംകുഴി ലക്ഷം വീട് കോളനിയിൽ ശിവകുമാർ. കല്ലുവെട്ടാംകുഴി സ്വദേശിനിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഓട്ടോ ഡ്രൈവറായ കല്ലുവെട്ടാംകുഴി ലക്ഷം വീട് കോളനിയിൽ ശിവകുമാർ പിടിയിലാകുന്നത്. വീട്ടുസാധനങ്ങൾ വാങ്ങി മടങ്ങിവരവെ വീടിന് സമീപത്ത് വെച്ച് യുവതിയെ ഇയാൾ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് യുവതി കുളത്തൂപ്പുഴ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സംഭവം. യുവതിയുടെ പരാതിയെ തുടർന്ന് കുളത്തൂപ്പുഴ CI CL സുധീർ, SI S സുധീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. അത്ലറ്റിക് ജില്ലാ ചാമ്പ്യൻഷിപ്പ് പുനലൂർ ശ്രീനാരായണ കോളേജ് നിലനിർത്തി. കഴിഞ്ഞ 3 വർഷമായി SN കോളേജിനാണ് ചാമ്പ്യൻഷിപ്പ്. കൊല്ലം ജില്ലാ അത്ലറ്റിക് ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഇക്കുറിയും പുനലൂർ SN കോളേജിന് സ്വന്തം. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 230 പോയിന്റ് കരസ്ഥമാക്കി പുനലൂർ ശ്രീനാരായണ കോളേജ് ചാമ്പ്യൻഷിപ്പ് നിലനിർത്തി. കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായ ചാമ്പ്യൻഷിപ്പ് പുനലൂർ SN കോളേജിനാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ അത്ലറ്റിക്കിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും കായിക അധ്യാപകൻ സന്തോഷിനും ആശംസകൾ അർപ്പിച്ചു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥിനികളെയും അതിന് നേതൃത്വം കൊടുത്ത സന്തോഷ് സാറിനെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുൻ രാഷ്ട്രപതിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പത്തനാപുരത്ത് മൌനജാഥ സംഘടിപ്പിച്ചു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലായിരുന്നു മൌനജാഥ. സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച മൌനജാഥ പത്തനാപുരം ടൌണിലൂടെ തിരികെ സ്കൂളിൽ സമാപിച്ചു. നാഷണൽ സർവീസ് സ്കീമിലെ മുഴുവൻ വിദ്യാർത്ഥികളും മൌനജാഥയിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസ്. എന്റെ ഇക്ക
നിങ്ങളുടെ പ്രായമുണ്ടല്ലോ ടിവിക്ക്, ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഓ, ഇനിയിപ്പോ ഓണമൊക്കെ ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. ഇതൊക്കെ വെറുതെ ആണെന്നേ. ദക്ഷിണേന്ത്യയിൽ 250ഓളം ശാഖകളുള്ള വൈറ്റ് മാർട്ടിലേക്ക് ലോൺ എടുക്കാൻ കൊണ്ടുചെല്ലേണ്ടത് ഇത്രമാത്രം: അഡ്രസ് പ്രൂഫ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു ക്യാൻസൽ ചെയ്ത ചെക്ക്. നോക്കട്ടെ. ആഹാ, നമ്മുടെ പുനലൂരുമുണ്ടല്ലോ. അപ്പൊ ഇനി TV വാങ്ങാൻ ഓണത്തിനും ക്രിസ്മസിനും ഒന്നും കാത്തു നിൽക്കണ്ടല്ലേ. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475 2226 ഓണക്കാലത്തെ വരവേൽക്കാൻ വിനോദസഞ്ചാരികൾക്കായി കുട്ടി ബോട്ടുകൾ രംഗത്ത്. തെന്മലയിലാണ് ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഓണക്കാലത്ത് തെന്മലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വനംവകുപ്പ് ടൂറിസത്തിനായി 2 കുട്ടിബോട്ടുകൾ തയ്യാറായി. 6 പേർക്കും 12 പേർക്കും ഇരിക്കാവുന്ന 2 ബോട്ടുകളാണ് പുതുതായി എത്തിയത്. പരപ്പാർ അണക്കെട്ടിൽ കളംകുന്നിലാണ് ബോട്ടുകൾ ഇപ്പോൾ ഉള്ളത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചാൽ ബോട്ടുകൾ സഞ്ചാരികളുമായി യാത്ര തുടങ്ങും. ബോട്ട് യാർഡ് കളംകുന്നിൽ സ്ഥാപിക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത്. നേരത്തെ ഇക്കോ ടൂറിസത്തിന്റെ ബോട്ട് സവാരി ഇവിടെയായിരുന്നു. പിന്നീട് KAP-യുടെ എതിർപ്പിനെ തുടർന്ന് ബോട്ട് യാർഡ് പള്ളംവെട്ടിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ അവിടെ ബോട്ട് യാർഡിലെത്താൻ 500 മീറ്റർ നടക്കേണ്ടതുണ്ട്. കളംകുന്നിൽ നിന്ന് വെറും 100 മീറ്റർ നടന്നാൽ ബോട്ട് യാർഡിലെത്താൻ കഴിയും. ഏതായാലും വനം വകുപ്പിന്റെയും എക്കോ ടൂറിസത്തിന്റെയും ബോട്ടുകൾ വരുന്നതോടുകൂടി തെന്മലയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് ഏറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രവാസ ജീവിതം മതിയാക്കിയ നടേശൻ ഇടമണ്ണിൽ കരനെല്ലു കൃഷിയിലൂടെ ശ്രദ്ധേയനാകുന്നു. റബ്ബർ വിലയിടിവ് ആശങ്ക സൃഷ്ടിക്കുമ്പോഴാണ് നടേശൻ നൂറുമേനി വിളയിക്കുന്നത്.
ഇടമണ്ണിൽ പ്രവാസിയുടെ കരനെൽ കൃഷി ശ്രദ്ധേയമാകുന്നു. ഇടമൺ കമ്പനിക്കട ഗീതാഞ്ജലി വിലാസത്തിൽ PG നടേശനും കുടുംബവുമാണ് കരനെൽ കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയ നടേശൻ കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി റീപ്ലാന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് റബ്ബർ വിലയിടിവ് നടേശനെ ആശങ്കയിലാക്കിയത്. അപ്പോഴാണ് സ്വന്തം പറമ്പിൽ കാട്ടുചെടികൾക്കൊപ്പം സ്വർണ്ണ നിറത്തിലെ നെൽക്കതിർ നടേശന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് അധികം ആലോചിക്കാതെ അദ്ദേഹം കരനെൽ കൃഷിയുടെ സാധ്യതകൾ അന്വേഷിച്ചു തുടങ്ങി. ഇടമൺ പ്രദേശത്ത് പണ്ടുകാലത്ത് കരനെൽ കൃഷി ധാരാളം ഉണ്ടായിരുന്നു എന്ന അറിവ് നടേശന് ശക്തിയായി. തെന്മല കൃഷിഭവനിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ ജ്യോതി ഇനത്തിൽപ്പെട്ട വിത്ത് പാകി. 1.5 ഏക്കർ മലഞ്ചെരുവിൽ JCB ഉപയോഗിച്ച് മണ്ണിളക്കിയ ശേഷമാണ് വിത്ത് പാകിയത്. ചാണകവും ജൈവവളവും ഉപയോഗിക്കുന്നു. ഒപ്പം കൃഷിഭവനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം കീടനാശിനിയായി ഗോമൂത്രവും കാന്താരിയും കലർത്തിയ മിശ്രിതവും ഉപയോഗിക്കുന്നു. തന്റെ കൃഷി ഫലം കണ്ടു തുടങ്ങിയെന്നും ജൈവ കൃഷിയുടെ ആവശ്യകത പുത്തൻ തലമുറ മനസ്സിലാക്കണമെന്നും നടേശൻ പറയുന്നു. ചാണകവും അതിൻ്റെ പശുവിൻ്റെ മൂത്രവും ഒക്കെയാണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ട്, ചാണകപ്പൊടിയും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കീടത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മൂത്രവും ഈ കാന്താരി ഉള്ള മിശ്രിതം ഇപ്പോൾ തളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 82 ദിവസം ആയി. ഏതാണ്ട് 90 ആകുമ്പോഴത്തേന് മൊത്തത്തിൽ കതിര് വരും. 120 ആകുമ്പോഴത്തേന് കൊയ്യാം. ആ ഒരു നിലയിൽ ആയിരിക്കുന്നു ഇന്നത്തെ കാലത്ത്. ഇന്ന് നെൽകൃഷി ആദ്യമേ ഇപ്പോൾ ഞാനിപ്പം തുടങ്ങുന്നത് 25 വർഷത്തിന് മുമ്പേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പം ജൈവ കൃഷി പൊതുവേ ചെയ്യാനുള്ള ഒരു ആവശ്യകത എന്ന് പറഞ്ഞാൽ ജൈവ സാധനങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നല്ല ഫുഡ് ലഭിക്കുമെന്നുള്ള ആ ഒരു സന്തോഷത്തോടുകൂടി നമ്മൾ ചെയ്യുന്നു. നടേശന്റെ മുഖ്യ സഹായിയായി സ്വകാര്യ എഞ്ചിനീയറിംഗ് കമ്പനിയിലെ ഉദ്യോഗസ്ഥനായ മകൻ അൻസൺ ഉണ്ട്. വിത്ത് വിതച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ പച്ച നിറത്തിലുള്ള നെൽക്കതിരുകൾ മുട്ടിടുന്നത് ഒരു നാടിന്റെ പ്രതീക്ഷയാണ് വർദ്ധിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കുളത്തൂപ്പുഴയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീടിന്റെ ആനുകൂല്യം കൈപ്പറ്റിയതായി പരാതി. സംഭവം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് പരാതി. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ 2 +2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കുളത്തൂപ്പുഴയിൽ യുവതിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവർ പിടിയിലായത് കല്ലുവട്ടാങ്കുഴി ലക്ഷം വീട് കോളനിയിൽ ശിവകുമാർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.